താലൂക്ക് ആശുപത്രി തലം മുതൽ മാമോഗ്രാം സേവനം ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരണത്തിനായി താലൂക്ക് ആശുപത്രി തലം മുതൽ മാമോഗ്രാം സേവനം ഉറപ്പാക്കുമെന്ന് ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നംകുളം താലൂക്ക് ആശുപത്രി 1888 സ്ഥാപിതമായതാണ്. നമ്മളിവിടെ ഇന്ന് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുമ്പോൾ 136 വർഷത്തെ സേവനത്തിന്റെ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു താലൂക്ക് ആശുപത്രിയെ വർത്തമാന കാലഘട്ടത്തിലെ ജനസേവനത്തിന് വേണ്ടിയിട്ടുള്ള രോഗീ സൗഹൃദവും ജനസൗഹൃദവും ഇടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പദ്ധതിക്കാണ് ഈ 136 വർഷങ്ങൾക്കിപ്പുറം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളിവിടെ സന്നിഹിതരായിരിക്കും. ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. കുന്നംകുളം താലൂക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയരുന്നതോടെ വികസന മുന്നേറ്റത്തിൽ പുതുചരിത്രം സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്ന് മുഖ്യ അതിഥിയായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കിഫ്ബിയിലൂടെ ഫണ്ട് കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വലിയ വേലിയേറ്റമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് AV മണികണ്ഠൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻകെൽ സീനിയർ പ്രൊജക്ട് ഡയറക്ടർ VV ജാഫർ ഖാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം.